ബുള്ളറ്റിനെ ആരാധിക്കുന്ന ഒരു അമ്പലം. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് പറയുമ്പോഴത്തേന് ബുള്ളറ്റ് ബാവ മന്ദിർ. അതെന്തുവാന്ന് ഈ കാണുന്ന ഒട്ടുമിക്ക പേർക്കും അറിയത്തില്ല. അന്നേരം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതേ ബുള്ളറ്റ് ബാവ മന്ദിറിലാണ് നിൽക്കുന്നത്. അവിടെ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എങ്ങനെ എത്തി അത് നിങ്ങളൊന്ന് കണ്ടിട്ടോ. ഓക്കെ, ഇത് അങ്ങനെ നമ്മുടെ വണ്ടിയെല്ലാം വെച്ച് കെട്ടി നമ്മളന്നേരം ഇവിടുന്ന് പോവാണ്. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. എന്താ ലോഡ്ജ് ചേട്ടൻ മുകളിൽ എൻ്റെ റൂം ടോപ്പിൽ ആ ഷീറ്റ് കാണുന്നുണ്ട്. അവിടെ എൻ്റെ റൂം. എന്നാൽ നമ്മളിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാം. ഓക്കെ ഭയ്യ, ठीक ഭയ്യ, ठीक ഓക്കെ. നമ്മൾ വെള്ളവും കുപ്പിയൊക്കെ ഉണ്ട്, ലഗേജൊക്കെ വെച്ച് കെട്ടി സെറ്റായിട്ട് നമ്മൾ പോകുന്നതിന് എണ്ണ അടിക്കണം. എണ്ണ റിസർവ് ആയിട്ടുണ്ട്, പോകുന്ന വഴി അടിക്കാം. ഇന്നാണെങ്കിൽ ഉണ്ടല്ലോ ഷർട്ടിനകത്ത്, ഷർട്ടല്ല ഈ ജാക്കറ്റിൽ, നമ്മുടെ പുതിയ ജാക്കറ്റ് ഇട്ടേക്കുന്നത് നമ്മുടെ അജ്മൽ ബ്രോ വാങ്ങിച്ചു തന്നെ ആ ജാക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ നീല ജാക്കറ്റിൻ്റെ അതിൻ്റെ ഉള്ളിൽ ടീഷർട്ടുണ്ട്. അതെല്ലാം കൂടി വാരി വലിച്ചിട്ടേക്കുക. പോകുന്ന വഴിയെല്ലാം അടിപൊളി തണുപ്പായിരിക്കും. നമ്മളങ്ങനെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് 400 രൂപയുടെ എണ്ണ അടിച്ചു. നമ്മുടെ ഡെസ്റ്റിനേഷന് നമുക്കിനി 192 കിലോമീറ്റർ ഉണ്ട്. നമ്മളങ്ങനെ പോകുന്നതെന്ന് പറയുമ്പോഴത്തേന് ബുള്ളറ്റ് ബാവ. ആ പേര് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു ബുള്ളറ്റിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ബുള്ളറ്റ് പ്രതിഷ്ഠയായിട്ട് വെച്ചിട്ടുള്ള ഒരു അമ്പലം. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഈ 192 കിലോമീറ്റർ നമുക്കതിൽ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ മുഴുവൻ ഇങ്ങനത്തെ ചരട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ കുറേ ആൾക്കാർ വന്ന് പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ ഈ രാഗി പോലത്തെ സംഭവമില്ല, അതെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നവർ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതെന്തേ ഇതിൻ്റെ അകത്തോടൊന്ന് കയറാം. YouTube.
ആദ്യം നമ്മൾ ഷൂ അഴിച്ചിടണം. ഷൂ ചെരുപ്പൊക്കെ അഴിച്ച് പുറത്തിട്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ. भाई साहब जाने दो. നമ്മൾ വരുന്ന വഴിയുടെ മണിയുണ്ട്, എല്ലാവരും അടിക്കുന്നുണ്ട്. അന്നേരം ഞാനും ഒന്ന് അടിക്കുക. ഇവിടെ വെച്ചത് രണ്ട് ബയ്യാമരെ നമ്മൾ പരിചയപ്പെട്ടത്. നമുക്കന്നേരം അവരെ ഒന്ന് പരിചയപ്പെടാം. അവരെ പറഞ്ഞു അവരെയും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അന്ന് കുഴപ്പമില്ല ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ രണ്ടുപേരും പരിചയപ്പെടുത്തി തരാം. നാം പോലോ കബീർ, കബീർ, ദേവ്, ദേവ്. ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ കാണിക്കുക എന്ന് പറയുമ്പോഴത്തേനും ഒരു വെറൈറ്റി സംഭവമാണ്. വെറൈറ്റി ഇത് ക്യാ ഭയ്യ? വൈൻ. പ്രസാദ്. ഇവിടുത്തെ പ്രസാദമാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഇത് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രസാദം. ഞാൻ അന്നേരം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതാണ് അന്നേരം പ്രസാദം. അവരെന്നേരം എന്നോട് ചോദിച്ചു പ്രസാദം വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ എല്ലാവരും ബുള്ളറ്റിന് അഡിക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോഴേ 100-ൽ 50% അല്ലെങ്കിൽ ഒരു 60% ആൾക്കാരും ബുള്ളറ്റിന് അഡിക്റ്റഡ് ആണ്. എല്ലാവർക്കും ബുള്ളറ്റ് ഇഷ്ടമാണ്, എനിക്കും ബുള്ളറ്റ് ഇഷ്ടമാണ്. കാരണം എല്ലാവരും റൈഡിനെ ഇഷ്ടപ്പെടുന്നവരാണ്, യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും ബുള്ളറ്റാണ് ഇഷ്ടം. നമ്മളൊക്കെ ബുള്ളറ്റിനെ ഭ്രാന്തമായിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമ്മളിപ്പോൾ ആണെങ്കിൽ ബുള്ളറ്റ് നമുക്ക് വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം ആയിരിക്കും ബുള്ളറ്റ്. ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ, ഒരു യൂത്തായിട്ടുള്ള ലേഡീസൊക്കെ, ഇപ്പം കോളേജ് പഠിക്കുന്ന ടീനേജിലുള്ള ലേഡീസ് എല്ലാം കൂടുതലും ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് ബുള്ളറ്റ് വേണം. ബുള്ളറ്റിനകത്ത് റൈഡ് ചെയ്തവർക്ക് കാശ്മീർ പോകണം, അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അന്നേരം നമ്മളൊക്കെ കേരളക്കാരെന്ന് പറയുമ്പോഴത്തേന് പൊതുവെ ഭ്രാന്തമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് ബുള്ളറ്റിനെ. കാരണം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബുള്ളറ്റിനെ. ഇവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ അജ്മീറിൽ നമ്മൾ ബുള്ളറ്റിനെ അഡിക്റ്റഡ് ആണ്. പക്ഷേ ബുള്ളറ്റിനെ ആരാധിക്കുന്ന ഒരു അമ്പലം
ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബുള്ളറ്റിനെ നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന ഇവിടെ നിന്ന് പറയുമ്പോഴത്തേന് അജ്മീറിൽ നിന്ന് ഒരു 170 കിലോമീറ്ററോളം ഉണ്ട് ഈ അമ്പലത്തിലേക്ക്. ഈ അമ്പലം എന്ന് പറയുമ്പോഴത്തേന് ബുള്ളറ്റ് ബാബ ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. അന്നേരം ഇവിടെ ബുള്ളറ്റിനെയാണ് ആരാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയ്ക്ക് പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ അത് ഏതെങ്കിലും ഒരു ബുള്ളറ്റിനെ അല്ല ഇവർ ആരാധിക്കുന്നത്. ഈ ബുള്ളറ്റിനെ ആരാധിക്കാൻ ഒരു കാരണമുണ്ട്. ഇവിടുത്തെ ഈ ബാബ ആണെങ്കിൽ ഒരിക്കൽ യാത്ര ചെയ്തു പോകുമ്പോൾ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ബാബ മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ പോലീസുകാരൊക്കെ ഇടപെട്ട് പോലീസുകാർ ബോഡിയൊക്കെ മാറ്റി പോലീസുകാരാണെങ്കിൽ ഈ ബുള്ളറ്റ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാവിലെ അവർ നോക്കുമ്പോഴത്തേനും ബുള്ളറ്റ് കാണുന്നില്ല അവിടെ. അവരാണെങ്കിൽ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലാസ്റ്റ് ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ബുള്ളറ്റ് ഇരിക്കുന്നത്. പിറ്റേ ദിവസം വന്നിട്ട് ഇവർ ബുള്ളറ്റ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേനും ബുള്ളറ്റ് അവിടെ കാണുന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഇത് എന്തോ പറ്റിയാണ്, ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ, ഇതെങ്ങനെ ഇവിടുന്ന് പോയി എന്നൊന്നും ഇവർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇവരാണെങ്കിൽ ഈ ബുള്ളറ്റിൻ്റെ പെട്രോൾ മുഴുവൻ ഇവർ ഊറ്റി. എന്ന് വെച്ചാൽ പെട്രോൾ ടാങ്ക് ഇവർ കാലിയാക്കിയിട്ട് കാറ്റും അതും ഇതും എല്ലാം അവർ കുത്തിക്കളഞ്ഞിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ വെച്ച്. ഇത് എന്തോ സംഭവിച്ചാന്ന് അറിയണ്ടേ. അവർ നോക്കുമ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ ചെയ്തതിൻ്റെ ഈ പെട്രോൾ ഊറ്റി ടാങ്ക് കാലിയാക്കിയതിൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോഴും അവിടെ ബുള്ളറ്റ് ഇല്ല. ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ബുള്ളറ്റ് ഉണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഈ ബുള്ളറ്റ് വീട്ടുകാർക്ക് വിട്ടുകൊടുത്തപ്പോഴത്തേനും ഈ വീട്ടുകാർ ഗുജറാത്തിലുള്ള ഒരാൾക്ക് ഈ ബുള്ളറ്റ് വിൽക്കുകയുണ്ടായി. അതിനുശേഷം അവിടുന്ന് ഗുജറാത്തിൽ നിന്നും ആ ബുള്ളറ്റ് ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് വരികയുണ്ടായി. പിന്നെ ഇവർക്ക് സംഭവം മനസ്സിലായി, ഇത് ഇന്ന പോലെ സംഭവമാണ്, സീനാണ് കാര്യങ്ങളൊക്കെ എന്നവർക്ക് മനസ്സിലായി. അവർ ബുള്ളറ്റിനെ ആരാധിച്ചു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഇവിടെ ബുള്ളറ്റിൻ്റെ പേരിൽ ഒരു അമ്പലമുണ്ട്, ബുള്ളറ്റ് ബാബ ടെമ്പിൾ, അതാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഈ കാര്യങ്ങളൊന്നും അറിയാതെ കുറേ യാത്രക്കാർ, ഔട്ട്സൈഡ് ആൾക്കാർ ഇതുവഴി പോകുമ്പോൾ, രാത്രികാലങ്ങളിൽ ഇതുവഴി ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു യുവാവ് വന്നിട്ട് മദ്യം ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട്. ഇതെല്ലാം കേട്ടുകേൾവിയാണ്, സത്യാവസ്ഥ എനിക്ക് എന്തോന്ന് അറിയില്ല. ഇതെല്ലാം കേട്ടുകേൾവിയാണ്. ഞാൻ ഇവിടെ വന്ന് തിരക്കി അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ദയവായിട്ട് ക്ഷമിക്കണം. നമ്മളിത് അവിടെ വെച്ച് ബുള്ളറ്റ് ബാബ മന്ദിറില്ലേ, ആ ടെമ്പിളിൽ വെച്ചിട്ട് നമ്മൾ പരിചയപ്പെട്ട ഈ ബയ്യമാരെ. അതിൽ ഈ ബയ്യൊക്കെ എന്നോട് പറഞ്ഞ് റബഡി ആ റബഡി എന്ന് പറഞ്ഞൊരു സംഭവം എന്തോന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതാണ് സംഭവം. റബഡി ഇത് സ്വീറ്റ്, ഇത് എന്തോ മധുരമുള്ള എന്തോ ഐറ്റംസ് ആണെന്ന് പറഞ്ഞു. ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അവിടെ അത് ക്യാ ഷോപ്പേ ഭയ്യ? കച്ചോരി. അതെ, കച്ചോരി എന്ന് പറഞ്ഞൊരു സാധനം വിൽക്കുന്നൊരു സംഭവം കേട്ടാ. എനിക്ക് സംഭവം ഇതൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അതിനകത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, മിൽക്ക്. ഓ, നമ്മുടെ പാലും ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണ്ട് ഐറ്റംസ് ഒക്കെ ഉള്ളതാണ് പറഞ്ഞത്. പാലും അതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടിയും അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ മിക്സഡും ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുന്നില്ല. എന്നാൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം സംഭവം. പൈ ഏക് പീസ് കിസ്നായേ 40 40 രൂപയാണ് ഒരു ഗ്ലാസ്സിന്. ഈ ഗ്ലാസ് 40 40 രൂപയാണ് ഒരു ഗ്ലാസ്സിന്. ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റിയുള്ള ടേസ്റ്റ്. കുറേ ഡ്രൈ ഫ്രൂട്ട്സ് അരച്ച് പാക്കിംഗ് സിസ്റ്റം. പാഴ്സൽ. ഇത് ഞാൻ രബടി. कचोरी ചില്ലി. ഇത് നമ്മുടെ ബജ്ജി, മുളക് ബജ്ജി. ഇത് കച്ചോരി. ഇത് കച്ചോരി നമ്മുടെ നെയ്പത്തിരി പോലൊക്കെ ഉണ്ട് സാധനം. Spicy, crunchy, not sweet. Not sweet, huh? കച്ചോരി എന്ന് പറയുമ്പോൾ നമ്മുടെ നെയ്പത്തിരി പോലത്തെ ഒരു സാധനം. അതിനുള്ളിൽ പിന്നെ കുറേ മസാല ഐറ്റംസ് ഒക്കെ ഉണ്ട്. രാജസ്ഥാൻ സ്പെഷ്യൽ മസാലയൊക്കെയാണ്.
भैया चाहिए मारे मारे ഞങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കും ഇത് നമ്മുടെ പയ്യന്മാരെല്ലാം ഇവിടെ ഉണ്ട് നല്ല ക്രഞ്ചി സാധനം ഞാനാണെങ്കിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ ഏട്ടാ ഇവരൊക്കെ പരിചയപ്പെടുന്നു ഭയ്യ താങ്ക് യു ഓക്കെ ഭയ്യ താങ്ക് യു ഓക്കെ ഭയ്യ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതായിരുന്നു ഇവരെ കേട്ടോ പക്ഷെ ഇവരെനിക്ക് കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചൊക്കെ തന്നു ഇവിടുന്ന് എനിക്കിനി 600 കിലോമീറ്റർ ഡൽഹിക്ക് ഇനി 2 ദിവസം എടുക്കും ഓട്ടം ഞാൻ അവരോട് യാത്രയൊക്കെ പറഞ്ഞു പോവാം ഭയ്യ ഓക്കെ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് അജ്മീറിനുണ്ടല്ലോ അജ്മീറിന്ന് എനിക്ക് 400 സംതിങ് കിലോമീറ്റർ ഉള്ളായിരുന്നു ഞാൻ പിന്നെ അവിടുന്ന് ബുള്ളറ്റ് ബാബയുടെ ടെമ്പിൾ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ അങ്ങനെ ടോട്ടൽ ഇപ്പോൾ ഇവിടുന്ന് 600 കിലോമീറ്റർ ഉണ്ട് ഡൽഹിക്ക് എന്തായാലും നമ്മൾ പോവാം ഇന്ന് തന്നെ ഒരു 700 സംതിങ് രൂപയുടെ നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും പോവാം ഓടുന്നിടം വരെ പോട്ടെ ഇത് കണ്ട് ഇവർ എന്തോ ഇത് ഉണ്ടാക്കുന്നുണ്ടോ എന്തോ കറക്കുന്നുണ്ടോ ബൈക്കിൽ ബൈക്ക് വെച്ചിട്ടുള്ള പരിപാടി ഓക്കെ നമുക്ക് മാക്സിമം ഓടാവുന്ന അത്ര ഓടാവുന്നു ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞ് 5:45 ആവാറായി ആ വണ്ടിക്കാരനോട് സൈഡ് ഒതുക്കാൻ പറഞ്ഞ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഒരു പിടുത്തവുമില്ല हाँ केरला टू नेपाल है अकेले हाँ जाएगा लॉन्ली अकेले सिंगल हाँ एक आदमी अच्छा हाँ एक आदमी अच्छा है नवंबर 25 में स्टार्ट है ओके गाड़ी अप टू डेट हाँ बिल्कुल शानदार हाँ ओके थैंक यू भैया നമ്മളിത് അങ്ങനെ ബുള്ളറ്റ് ബാബാണ് അവിടുന്ന് നേരെ നമ്മൾ ഓടി ഡൽഹിക്ക് ഉള്ള ഓട്ടത്തിലായിരുന്നു അവിടെ വന്നപ്പോഴത്തേന് നല്ല കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് 400 സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടുന്ന് അന്നേരം ഞാനിവിടെ കുറേ സ്ഥലത്ത് റൂമൊക്കെ നോക്കിയപ്പോഴത്തേനും റൂമിനെല്ലാം 800 രൂപയൊക്കെ അവർ പറയുന്നത് അന്നേരം നമ്മുടെ ബഡ്ജറ്റിനത് ഒഴുക്കത്തില്ല നിങ്ങളാണെങ്കിൽ ആ ബുള്ളറ്റ് ബാബയൊക്കെ കണ്ടില്ല അവിടെ അവർ കാണിക്കായിട്ട് കൊടുക്കുന്നത് മദ്യമൊക്കെയാണ് ബാബയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് പ്രതിഷ്ഠയ്ക്കകത്ത് അവരിങ്ങനെ ആ ലിക്കർ കള്ളൊക്കെ ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചിങ്ങനെ അവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ളത് അവർ കൊണ്ടുപോയി ഉപയോഗിക്കും അത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് അവർ കൊടുക്കും എന്ന് വെച്ചാൽ അത് അവർക്ക് എന്ത് നമ്മൾ പറയും നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടത്തില്ലേ പ്രസാദം അതേപോലെയാണ് അവർ കാണുന്നത് അവിടുത്തെ പയ്യന്മാർ അതാണ് എന്നോട് വേണമെന്നൊക്കെ ചോദിച്ചു പ്രസാദം വേണമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഒരു ആചാരമൊക്കെ അങ്ങനെയൊക്കെയാണ് ഇതേ ഇവിടാണെന്ന് നമ്മളിന്ന് കിടക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ധാബ भैया दाबा नाम मेवात होटल മേഭാത്ത് ഹോട്ടൽ എന്നാണ് നമ്മുടെ ഇതിൻ്റെ പേര് കണ്ട മേഭാത്ത് ഹോട്ടൽ അന്നേരം 800 രൂപയൊക്കെ റൂമിന് ഭയങ്കര റേറ്റൊക്കെ ഇവിടെ മുടിഞ്ഞ തണുപ്പ് ഞാൻ ഇത് കണ്ട ഞാൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് കാണിച്ചത് ഇത് കണ്ട ടീഷർട്ട് അതിൻ്റെ മുകളിൽ ഇതേ നമ്മുടെ നീല ജാക്കറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഇതേ നമ്മുടെ പുതിയ ജാക്കറ്റ് ഇതെല്ലാം കൂടി ഇട്ടേക്കും എന്നിട്ടും തണുപ്പാണ് നല്ല അടിപൊളി തണുപ്പാണ് അതേ നമ്മുടെ ബയ്യ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞാനൊരാദ്യം ഞാനൊരു ഇവിടെ വന്നിട്ട് ബയ്യോട് ചോദിച്ചു ബയ്യ ഇന്ന പോലെ വരുന്ന വഴിയൊക്കെ റൂമിനൊക്കെ നല്ല പൈസ ഞാൻ 2-3 സ്ഥലത്ത് കയറി നോക്കി 2-3 സ്ഥലത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ബയ്യ ഇന്ന പോലെ 800 രൂപ 900 രൂപ അവർ എന്നോട് പറഞ്ഞ് ബഡ്ജറ്റൊക്കെ എൻ്റെ കയ്യിൽ കുറവ് അറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു അന്നേരം ബയ്യ പറഞ്ഞ കുഴപ്പമില്ല നീ ഇവിടെ കിടന്നോ എന്നോട് പറഞ്ഞ് അങ്ങനെ നമ്മുടെ വണ്ടി ഇതേ അവിടെ കയറ്റി വെച്ചു ഞാൻ കാണിച്ചത് കണ്ടോ നമ്മൾ കയറുമ്പം നമ്മുടെ വണ്ടി ഇവിടെ ഞാൻ അത് ഫ്ലാഷ് അടിച്ച് കാണിച്ചു മൊബൈൽ എടുക്കട്ടെ ഇതുണ്ട നമ്മുടെ വണ്ടി എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ട ഇവിടെ സേഫായിട്ടിരിക്കാം നമ്മുടെ വണ്ടി അന്നേരം ബയ്യ എന്നോട് പറഞ്ഞ് ഇവിടെയൊക്കെ ഇത് കണ്ട് ഇവിടെ ഈ ധാബ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇതേപോലെ ഈ പരിഞ്ഞ കട്ടിലൊക്കെ കാണും ഇവിടെ എന്ത് ചെയ്യും ഇവിടെ ഉണ്ട്
ഇവിടെ ഉണ്ട്. അന്നേരം ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് അവർ കഴിക്കുന്നത്. വട്ടത്തിൽ ഇതേ പലക ഉണ്ട്. ആ പലക എടുത്ത് ഇവിടെ സെൻറ്ററിൽ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ആൾക്കാർ ഇരുന്നിട്ട് കഴിക്കും. അതാണ് ഇവിടുത്തെ ഒരു പരിപാടി. അത് പയ്യെ പറഞ്ഞ് ഇവിടെ ഉണ്ട്. പിന്നെ അകത്തൊരു റൂമുണ്ട്. അകത്ത് ഈ ഷൂട്ട് കരങ്ങ ഭയ്യ അന്നേരം എന്നോട് പറഞ്ഞത് ഇവിടെ ഉണ്ട്, ഇവിടെ നീ കിടന്നോ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞ് കുഴപ്പമില്ല, ഞാൻ അവിടെ കിടന്നോളാം എന്നിങ്ങനെ ഭയ്യയോട് പറഞ്ഞു. ഇതേ നമ്മുടെ ഭയ്യ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഭയ്യ ലൈറ്റ് ഇതാണ് നമ്മുടെ ഭയ്യ. ഭയ്യ നാം പോലെ ഭയ്യ? मेरा नाम रईस खान. रईस खान. हाँ, काम अच्छा है इधर में? हाँ, अच्छा है. ഭയ്യ ആണെങ്കിൽ ഡൽഹി हाँ. ഭയ്യ ഡൽഹിയിലാണ് താമസം. പാഞ്ച് बोल रहा है पढ़ा है. എന്തൊക്കെയാ പറയുന്നത് എനിക്കത് മനസ്സിലായില്ല. नहीं आता. അന്നേരം ഭയ്യ ആണെങ്കിൽ നമ്മളോട് നല്ല സാധനമൊക്കെ ആയിരുന്നു. नहीं, इसको दिखा दो, ये बैठा हमारा भाई साहब ऑनलाइन. അതായത് നമ്മുടെ ഫുഡ് ഇവിടെ നിന്നാണ്. ഫുഡിന് ഇപ്പോഴേ കഴിപ്പില്ല. ഇപ്പോൾ ഒരു സമയം 8:30 ഇപ്പോഴാണ് ഞാനിവിടെ എത്തിയത്. ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ട്. അന്നേരം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടും. അന്നേരം ഒരു മണിക്കൂറുള്ള സേവ് ചെയ്യാൻ വേണ്ടി വരും. അന്നേരമാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അല്ലേ നമ്മുടെ സമയം അത്രയും പോകത്തില്ലേ. ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിക്കാൻ. തണുപ്പൊക്കെ ആയിട്ട് കണ്ട നമ്മളിത് ഇവിടെ നിന്ന് തീ കാച്ചുവാ. അല്ല അടിപൊളി തണുപ്പ് കേട്ടോ. അല്ല അടിപൊളി സൂപ്പർ തണുപ്പാ. 2-3 ജാക്കറ്റൊക്കെ വലിച്ച് കയറ്റിക്കൊണ്ട് എന്നിട്ടും നമ്മൾ തീ കായുക. അല്ല അടിപൊളി തണുപ്പ്. നമ്മുടെ വീഡിയോ അങ്ങനത്തെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ടേക്കോ. ഇതുണ്ടോ, ഇടയ്ക്കിങ്ങനെ വന്നിട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം. കണ്ട, ടച്ച് ചെയ്ത് കൊടുത്തില്ലേ കട്ടായിപ്പോ. എന്നാൽ നമ്മൾ ഭയ്യാനോട് ഫുഡിന് പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൽ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന റൊട്ടിയും പിന്നെന്തുവാ ആ മട്ടനുണ്ട്. മട്ടൻ്റെ എന്തോനോ ഞാൻ തന്നെ പറഞ്ഞ എല്ലാം കൂടി ഒരു 100 രൂപക്കുള്ള എല്ലാം കൂടി എടുക്കാൻ പറഞ്ഞു. ഇവിടെ വന്നിട്ട് എങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്നത്? അവിടുത്തെ മോശമില്ല. അവർ നമുക്ക് കിടക്കാൻ സ്ഥലമൊക്കെ തന്നെയല്ലേ. ഞാൻ ഭയ്യയോട് പറഞ്ഞിട്ടുണ്ട്. ഭയ്യ എന്നിപ്പോൾ ഇവിടെ കൊണ്ടുവരും. ഇവിടെ നമ്മളതിനെ കഴിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇതേ റൊട്ടി ഉണ്ട്. ഇതേ മട്ടനാ. പിന്നെ ഇതേ സവാളയുണ്ട്. നമുക്കന്നേരം ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി തണുപ്പും എൻ്റെ ഇടയ്ക്ക് കൂടി നല്ല ചൂട് മട്ടനും. അത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയുള്ള ഇവിടെ വെച്ചു എൻ്റെ പേര്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്താണ് ബെല്ലൈക്കണിൽ അതും കൂടി അടിച്ചങ്ങ് പൊട്ടിച്ചേരാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ഉനൈസ് അഷ്റഫ്.